കൊടുത്തിട്ടുണ്ട്. അതിൽ ആ സമയത്ത് സ്പോട്ടിൽ ജഡ്ജസ് ഏത് പാട്ട് പറയുന്നു അതവർക്ക് പാടാം. ഇനി മറ്റൊന്ന്, അതുപോലെ തന്നെ ഓഡിയൻസ് ചോയ്സ്. നമ്മളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അവർ മെയിൽ വഴിയും അല്ലെങ്കിൽ കത്തുകൾ വഴിയൊക്കെ നമുക്ക് ചെയ്ത അവർ സെലക്ട് ചെയ്ത പാട്ടുകളിൽ നിന്നും 4 പാട്ട് വീതം ഓരോ മത്സരാർത്ഥിക്കും നമ്മൾ നൽകിയിട്ടുണ്ട്. ഈ സ്പോട്ടിൽ നമ്മൾ നറുക്കെടുത്ത് അതിൽ നിന്നും ഏത് പാടാൻ പറ്റും എന്നുള്ളത് അവർ ആ സമയത്ത് തീരുമാനിക്കാം. ആദ്യം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ നസീബ്. ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നസീബ്. ശരിക്കും ആദ്യം ഞങ്ങൾ നസീബിനെ കണ്ടപ്പോഴേ തോന്നി ഇത്രയും ചെറിയ, എനിക്ക് തോന്നുന്നു മൈലാഞ്ചിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കണ്ടസ്റ്റന്റ് എങ്ങനെ ഈ മറ്റുള്ള മത്സരാർത്ഥികളുടെ കൂടെ എങ്ങനെയാണ് കോമ്പറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളെല്ലാരെയും അതിശയിപ്പിച്ചുകൊണ്ട് വളരെ എന്താ പറയാ, വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു സിംഗിങ് ആയിരുന്നു നസീബ്. എത്ര ഭംഗിയായിട്ടാ കുട്ടി പാടുന്നത്. കുട്ടിക്ക് ശ്രുതി ഔട്ട് പ്രശ്നങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. കാണാനും വളരെ സിമ്പിളായിട്ട് വന്ന് അസാധ്യമായിട്ട് പാടുന്ന ഒരു കുട്ടിയാണ് നസീബ്. ക്വാർട്ടർ ഫൈനൽ മുതൽ തന്നെ എന്റെ സൗണ്ട് അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു. ജഡ്ജസ് ഓരോ പാട്ട് കഴിയുമ്പോഴും ഞാൻ നന്നായി സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് എന്റെ മെയിൻ കുറ്റമാണ് പറഞ്ഞത്. നസീബിന്റെ കാര്യത്തിൽ ഒരു മൈനസ് പോയിന്റ് വന്നത് ഫിലിം സോങ് റൗണ്ടിൽ ആ കുട്ടിക്ക് എന്താ പിച്ച് മറ്റുള്ള കുട്ടികളുടെ മത്സരാർത്ഥികളുടെ കൂടെ പിച്ചിങ് പ്രോബ്ലം, അതായത് അവരുടെ പിച്ചിനനുസരിച്ച് പാടാൻ നസീബിന് സാധിച്ചില്ല. നിങ്ങൾക്കറിയാം ഞാൻ അത്ര നന്നായിട്ട് പാടിയിട്ടില്ല. മുമ്പ് പാടിയ പോലെ സൗണ്ടുകളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പാടിയിരുന്നു, പക്ഷെ അതുപോലെ പാടാൻ പറ്റിയില്ല. സെമി ഫൈനൽ റൗണ്ടിലാണ് ഞാൻ ഔട്ടായത്. ദാസേട്ടൻ പാടിയ പണ്ടവൻ തന്നൂടെ എന്ന പാട്ടാണ് ഞാൻ പാടി. പണ്ടവൻ തന്നൂടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി. കാരണം പലരും പറഞ്ഞിരുന്നു, ഞങ്ങളൊക്കെ പിന്നെ വിചാരിച്ചിരുന്നു ഫൈനലിസ്റ്റ് ആവും. പലരും എന്നോട് ചോദിച്ചിരുന്നു നസീബിനായിരിക്കുമല്ലേ കിട്ടുക. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ സമയത്ത് പാടുന്നതിനുള്ള മാർക്ക് മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. പാടി തരുന്നപ്പോൾ തന്നെ ഉപ്പ പറഞ്ഞിരുന്നു ഒരിക്കലും ഔട്ടായാൽ കരയരുത്. അങ്ങനെയൊക്കെ മനസ്സിലുറപ്പിച്ച് എലിമിനേഷൻ നിൽക്കുന്ന സമയത്ത് നാദൃഷിക ഔട്ടാണെന്ന് പറഞ്ഞപ്പം ആദ്യം സങ്കടം തോന്നി, പിന്നെ അത് നിയന്ത്രിക്കാൻ കഴിയില്ല, അത് കരഞ്ഞുപോയി ഞാൻ. മുമ്പിലിരുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും കണ്ണിന് വെള്ളം വന്നപ്പോൾ എനിക്ക് അടക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരും എന്നെ ഒരു അനിയനെ പോലെയായിരുന്നു, ഒരു കുഞ്ഞനിയനെ പോലെയായിരുന്നു കരുതുന്നത്. അവരൊക്കെ വിട്ടുപിരിഞ്ഞതിൽ വളരെയധികം സങ്കടമുണ്ട്. സങ്കടത്തോടു കൂടി വിട്ട സ്റ്റേജിൽ നിന്നും നാദൃഷിക എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ സങ്കടം കാരണം ഞാൻ അതിലേ ശ്രദ്ധിച്ചില്ല. പെട്ടെന്നാണ് മുമ്പ് ഔട്ടായി പോയ എൻ്റെ മൈലാഞ്ചിയിലെ എല്ലാ കണ്ടസ്റ്റന്റും വേദിയിൽ വളരെ സന്തോഷത്തോടുകൂടി വന്നത്. അപ്പോഴാണ് ഞാൻ നാദൃഷിക പറഞ്ഞ് കേട്ടത്, ഔട്ടായി പോയ ഞാൻ അടക്കമുള്ള 6 പേരിൽ നിന്നും ഒരാൾക്ക് ഫൈനലിക്ക് നേരിട്ട് കടക്കാനുള്ള ഭാഗ്യം അറിഞ്ഞ്. പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് ഔട്ടായതിൽ ടെൻഷനും നാട്ടുകാരോടും ടീച്ചർമാരോടും ഒക്കെ പറഞ്ഞതിൽ വളരെ നിരാശയും സങ്കടവും ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് ഞാൻ ആ ഓഫറിന്റെ വില എന്താണെന്ന് തിരിച്ചറിയുന്നത് തന്നെ. തീർച്ചയായും അത് ഒരു ചെറിയ കുട്ടി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നസീബിന്റെ പാട്ടിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഹൈ പിച്ച് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് നസീബ് പാടുന്നത്. അതേ സമയത്ത് ബേസ് പാടുന്ന സമയത്ത് നസീബിന് മറ്റുള്ള മത്സരാർത്ഥികളോട് കൂടി എത്താൻ സാധിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ അവന് ആകെ 14 വയസ്സായിട്ടേ ഉള്ളൂ. ആ ഒരു ഏജിന്റെ ഒരു പ്രശ്നമാണ് നസീബിന്റെ ആ വോയിസ് കൾച്ചറിൽ വരുന്ന വ്യത്യാസം നമുക്ക് കാണിക്കുന്നത്.
നസീബിന് ഈ ഷോയിൽ എന്ത് സംഭവിച്ചാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, വരും കാലങ്ങളിൽ മാപ്പിളപ്പാട്ടുകൾ അറിയപ്പെടുന്നത് ഒരുപക്ഷെ ഈ നസീബ് എന്ന കുഞ്ഞു പയ്യനിലൂടെ ആയിരിക്കും. അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ റൗണ്ടിൽ പങ്കെടുത്ത് എനിക്ക് ഫൈനലിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം സാധ്യമാവാൻ എല്ലാ പ്രേക്ഷകരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നസീബ്, ആദ്യ ഗാനം ഇന്ന് വളരെയധികം പ്രതീക്ഷയോടുകൂടി ജനങ്ങൾ എല്ലാവരും നോക്കിയിരിക്കുകയാണ്. കാരണം നസീബ് ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഞങ്ങൾക്ക് എല്ലാം വളരെയധികം ഒരു സങ്കടം ഉണ്ടായിരുന്നു. നന്നായിട്ട് പാടുന്നൊരു കൊച്ചു കലാകാരൻ അല്ലേ നസീബിന് വേണ്ടിയിട്ട് ജഡ്ജസ് ഏതൊരു പാട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്ന് അറിയാനായിട്ട് ആകാംക്ഷയില്ലേ? ഉണ്ട്. നമുക്ക് ചോദിക്കാം. മാഷ് ഇന്നത്തെ നമ്മുടെ കുറെ നാളിന് ശേഷം വന്നല്ലേ, ഏത് പാട്ടാണ് മാഷ് ഒന്ന് തീരുമാനിച്ചിട്ട് പറയും? നസീബ് സാധാരണ നന്നായി പാടാറുണ്ട്. ട്രഡീഷണൽ സോങ്സ്, അതുപോലെ ഡിവോഷണൽ ഭക്തിഗാനങ്ങൾ എല്ലാം നന്നായി പാടുന്ന. ഇപ്പോൾ ഇവിടെ ഒരു കല്യാണപ്പാട്ട് ഞങ്ങളിവിടെ സെലക്ട് ചെയ്തത്. മോന് സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ള പാട്ടുകൾ പിന്നെ ഭക്തിഗാനങ്ങളൊക്കെ പാടാറുണ്ടെന്ന് ഇവർ പറയുന്നു. അതൊക്കെ ശരിയാണ്. പക്ഷെ കല്യാണപ്പാട്ട് പാടിയിട്ടില്ല, അല്ലെങ്കിൽ കല്യാണപ്പാട്ട് പാടാനായിട്ട് നസീബ് പ്രാപ്തനല്ല എന്ന് ജഡ്ജസിന് തോന്നാൻ കാരണം എന്താണ്? തുടക്കത്തെ റൗണ്ടിൽ പാടിയതിന് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കല്യാണപ്പാട്ട് പാടിയപ്പോ. അപ്പൊ അതൊരു വാശിയേറിയ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് മോനൊരു അവരൊരു വെല്ലുവിളിയാണത്. അത് സ്വീകരിക്കുന്നു. ശ്രമിക്കാം ഞാൻ. കാലക്ക് ഒരു കല്യാണപ്പാട്ട് കേട്ടോ, അടിച്ചു പൊളിക്കണം കേട്ടോ. നസീബ് വരണം. നസീബ് വരാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ്. നസീബ് ഈ ഫൈനൽ സ്റ്റേജിൽ അവർ കസേരയിൽ വന്നിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. ഓക്കെ കൂട്ടാ. നിസരിപ്പട്ടൊടുത്തൊരുങ്ങിയ ബീവിന സീത നാളെയാണ് നിന്റെ നിക്കാഹ്. ബസറക്കിളികൾ പാടുന്ന രാത്രി മോളെ മൈലാജ് കല്യാണമല്ലോ. നിസരിപ്പട്ടൊടുത്തൊരുങ്ങിയ ബീവിന സീത നാളെയാണ് നിന്റെ നിക്കാഹ്. ബസറക്കിളികൾ പാടുന്ന രാത്രി മോളെ മൈലാജ് കല്യാണമല്ലോ. നിസരിപ്പട്ടൊടുത്തൊരുങ്ങിയ ബീവിന സീത നാളെയാണ് നിന്റെ നിക്കാഹ്. ബസറക്കിളികൾ പാടുന്ന രാത്രി മോളെ മൈലാജ് കല്യാണമല്ലോ.
മെസ്സരിപ്പട്ടൊടുത്തൊരുങ്ങിയ ബീവി നസീദ നാളെയാണ് നിന്റെ നിക്കാഹ് ബസറക്കിളികൾ പാടുന്ന രാത്രി മോളെ മൈല കല്യാണമല്ലോ മെസ്സരിപ്പട്ടൊടുത്തൊരുങ്ങിയ ബീവി നസീദ നാളെയാണ് നിന്റെ നിക്കാഹ് ബസറക്കിളികൾ പാടുന്ന രാത്രി മോളെ മൈലാഞ്ച് കല്യാണമല്ലോ മെസ്സരിപ്പട്ടൊടുത്തൊരുങ്ങിയ ബീവി നസീദ നാളെയാണ് നിന്റെ നിക്കാഹ് മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് അൽ മനാമ മൈലാഞ്ചിയിൽ ഇനി ഒരു ഇടവേള, എ ഷോർട്ട് ബ്രേക്ക്. മൈലാഞ്ചി വിജയിക്കായി അൽമനമ സിൽക്സ് നൽകുന്നു 8 ലക്ഷം രൂപ. രണ്ടാം സമ്മാനം മിസ്റ്റർ ലൈറ്റ് നൽകുന്ന 5 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം ഗൾഫ് ഗേറ്റ്